ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു മാങ്ങയും ഒരു ചെറിയ സവാളയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ റെസിപ്പിയിലേക്ക് മാങ്ങ എടുക്കുമ്പോൾ കുറച്ച് പുളി കമ്മിയായ മാങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. ആ മാങ്ങയുടെ തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാളയുടെയും തോലൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മൺചട്ടിയിലാണ് വെക്കുന്നത്. ഇത് നമുക്ക് ആ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മാങ്ങ പുളി കുറവുള്ള മാങ്ങ ആയതുകൊണ്ടാണ് ഒന്നെടുത്തത്. ഈ ഒരു റെസിപ്പിയിലേക്ക് നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ പകുതിയൊക്കെ എടുത്താലും മതി കേട്ടോ. ഒരുപാട് പുളി അത്ര രസം ഉണ്ടാവില്ല. ചെറിയൊരു പുളിയുള്ള മാങ്ങയാണ് നല്ലത്. ചെറിയൊരു പുളി വേണം കേട്ടോ. തീരെ പുളി ഇല്ലാത്തതും പറ്റില്ല. പിന്നെ ഇതിലേക്ക് എരിവിനായിട്ട് ഞാൻ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് വീണ്ടും നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന പൊടികൾ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര കളർ വേണം കറിക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം പാടെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ സവാളയും അതുപോലെ തന്നെ പച്ചമുളകും ആ മാങ്ങയിലൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പും ആ മഞ്ഞളും എല്ലാം നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെരടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു വലിയ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മാങ്ങയൊന്ന് വേകാൻ ആവശ്യമായ വെള്ളമാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓണാക്കി അടുപ്പിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനിത് ഫ്ലെയിം ഓണാക്കി അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നന്നായി തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂട്ടിയിട്ട് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് അങ്ങോട്ട് വെള്ളം വറ്റിപ്പോവും, വേഗൂല കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണമായിരുന്നു, മറന്നുപോയി. അപ്പോൾ ഇതൊന്ന് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂട്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരിവിനായിട്ടുള്ള കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം വലുപ്പമുള്ള ഒരു മുറി തേങ്ങയാണ് കേട്ടോ, ഒരു തേങ്ങയുടെ പകുതി. അത് ചിരകി എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കറിയാണ്. ഒരു മാങ്ങയൊന്ന് വെന്ത് വരുന്ന താമസം മാത്രമേ ഉള്ളൂ. ഒരു 7-8 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറിയുള്ളിയാണ്. ഒരു 3-4 ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വരുന്ന ചെറിയ ജീരകം, നല്ല ജീരകം, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടിയൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാലും 1 ടീസ്പൂണൊന്നും ആകും വേണ്ട, കൂടിയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇത് അരയാൻ ആവശ്യമായ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ട് നരച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് ഞാൻ നരച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി മാങ്ങ വെന്തോന്ന് നോക്കി നോക്കാം. ഇപ്പം നോക്കാം, മാങ്ങയൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. മാങ്ങ നിങ്ങൾക്ക് നന്നായിട്ട് വെന്തുടയണമെന്നുണ്ടെങ്കിൽ കയ്യിൽ കൊണ്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അല്ലെങ്കിൽ കഷ്ണങ്ങളായിട്ട് കിട്ടിയാൽ മതിയെങ്കിൽ അങ്ങനെയും എടുക്കാം കേട്ടോ. അപ്പം ഞാൻ മാങ്ങയുടെ കുറച്ച് ഭാഗം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അറിയാം, മാങ്ങ വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് തന്നെ മാറും കണ്ടോ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. കറിക്കൊരു കുറുകൽ കിട്ടുകയും ചെയ്യും. എന്നാൽ കുറച്ചിങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. മാങ്ങ ചാറ് കൂട്ടുമ്പോൾ കഷ്ണങ്ങളായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊരുപാട് ലൂസിൽ വെക്കരുത് കേട്ടോ. ഈ ചാറ് കുറച്ച് ഒരു ചെറിയൊരു തിക്കായിട്ടുള്ളൊരു ചാറാണ്. ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഇത് പെട്ടെന്ന് അങ്ങോട്ട് പിരിഞ്ഞു പോകുന്ന ഒരു കറിയാണ്. ഇനി നമ്മൾ തേങ്ങ ചേർത്തതിന് ശേഷം ഒരുപാട് ഇത് തിളപ്പിക്കാനോ ഒന്നും പാടില്ല കേട്ടോ. തിളപ്പിച്ച് കഴിഞ്ഞാൽ കറി അങ്ങോട്ട് പിരിഞ്ഞു പോകും. സാധാരണ മോര് കറിയൊക്കെ വെക്കുന്ന പോലെ പിരിഞ്ഞു പോകും കേട്ടോ.
അപ്പോൾ എന്താ പറയുക, ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്കൊരു കടുക് വറുക്കാനുണ്ട്. കടുക് വറുക്കാനായിട്ട് ഒരു ചെറിയൊരു ചട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്തിട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇങ്ങനത്തെ കറികളിലേക്ക് വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഒരല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് വെളിച്ചെണ്ണ കൂടുതലൊക്കെ ഒഴിച്ചിട്ട് വറവിട്ട് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ കടുകും ഒരു പിഞ്ച് ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രം കറിവേപ്പിലയും ചേർത്ത് ഒരു പിഞ്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ ഒരു മുളക് പൊടി അല്ലെങ്കിൽ ഒരു വറ്റൽ മുളക് 2-3 എണ്ണം ചേർത്താലും മതിയാകും. മുളക് പൊടി ചേർക്കുമ്പോൾ ചെറിയൊരു കളർ വ്യത്യാസം കിട്ടും കേട്ടോ, അതുകൊണ്ടാണ് മുളക് പൊടി ചേർത്തത്. മുളക് പൊടി ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന. ഒരു മാങ്ങ കയ്യിലുണ്ടെങ്കിൽ നല്ലൊരു അടിപൊളി കറി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി.